ഹലോ നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ചീഞ്ചട്ടി വെച്ച് കഴിഞ്ഞു, വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു, കടുക്, കടലപ്പരിപ്പ്, വറ്റൽമുളകൊക്കെ വറുത്തിട്ടു, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി വറുത്തു, കൂട്ടത്തിലൊരു പകുതി സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ കറി വെക്കണമെന്നല്ലേ, ഇതാ ഈ കൊത്തമര ആട്ടോ എടുത്തേക്കണത്. ഈ കൊത്തമര കുറച്ചേ ഉള്ളൂ, എന്നാലും അതിൻ്റെ കുറച്ച് കേടൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സവാള വഴറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് ആ കൊത്തമരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒട്ടും വെള്ളം ഒഴിക്കാതെ ഗ്യാസ് ചെറുതാക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 15-20 മിനിറ്റ് നേരം വേണ്ടി വരെ നന്നായിട്ട് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഈ പൊടി കണ്ടില്ലേ, ഇത് മല്ലി, കടലപ്പരിപ്പ്, തുമരപ്പരിപ്പ് ഇത്രയും വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ചില പച്ചക്കറികൾക്ക് നമുക്ക് ചിലപ്പോൾ ഒരു ചവർപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ അതിലേക്ക് ആ പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ ഇളക്കി കുറച്ച് നാളികേരമൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ മല്ലിയുടെ ടേസ്റ്റ് ഉണ്ടാവും, പരിപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ എന്ത് പച്ചക്കറിയാണോ ചിലപ്പോൾ കുട്ടികൾക്ക് ചിലത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ വരില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് വിട്ടാൽ മതിയാവും. ലഞ്ച് ബോക്സിനൊക്കെ നല്ലതല്ലേ ഇത്. ചോറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആരും അറിയില്ല അത് പയറ് തോരനാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഇതാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ.